മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നിംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. Alive Event Management and Catering Service, Head Office Calicut, Main Branch Vandoor. ലയൺസ് ക്ലബ് ഓഫ് വണ്ടൂർ റോയൽസിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പോരൂർ താളേമുണ്ട് അംഗനവാടിയിൽ വെച്ച് നടന്ന ചടങ്ങ് വാർഡംഗം പി അൻവർ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി ഈയൊരു തുടക്കത്തിൽ തന്നെ ദയാ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി അവരുടെ ഒരു പ്രൊജക്റ്റ് ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയെ തിരഞ്ഞെടുത്തതിൽ ആദ്യമായി ഈ ക്ലബിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്ലബ്ബ് എന്നുള്ള നിലയിൽ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിയട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ കണ്ണീരൊപ്പാൻ ഇതുപോലുള്ള സംഘടനകൾക്ക് കഴിയും എന്നുള്ളത് സന്തോഷം തന്നെയാണ്. ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയെ പറ്റി സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഒരു സംഘടനയാണ് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി. ഞങ്ങളുടെ നാട്ടിലെ രോഗികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കൈത്താങ്ങി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി. ഈ കാലയളവിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായും മറ്റ് ചികിത്സാ ഉപകരണങ്ങളുമായും ഒക്കെ സഹായം നൽകുവാൻ ഈ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ ഈ ഒരു സഹായം അത് അർഹതപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ എത്തിക്കുമെന്നുള്ള കാര്യം ഈ ഒരു വേദിയിൽ ഉറപ്പു നൽകിക്കൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു വർഷത്തെ 5 ഗ്ലോബൽ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോരൂർ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഭക്ഷ്യക്കിറ്റുകൾ, ക്ലോക്കോമീറ്റർ, കണ്ണടകൾ, വൃക്ഷത്തൈകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് മുതലായവ കൈമാറി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് KT റമീസ് അധ്യക്ഷത വഹിച്ചു. SP സജിൻ, PU ഖാദർ ഷാ, AT ഉമ്മർ, KT അബ്ദുൾ റസാഖ്, വിനോദ് പാർപ്പിടം, CP ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പോരൂർ. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ.